കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ആശ്രയ കിറ്റ് അഴിമതി. CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിലെ വാദം കള്ളം. ആശ്രയ കിറ്റിൽ പരാതി നിലവിലില്ലെന്നാണ് നേതാക്കൾ പറഞ്ഞത്. എന്നാൽ കുമ്പളം ചോലയിലെ തങ്കമണി, സുലോചന എന്നിവർ 2026 മാർച്ച് 18-ന് ആശ്രയ കിറ്റ് ലഭിച്ചില്ലെന്ന് കാണിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആശ്രയ കിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആവേശം കാണിക്കണ്ടെന്ന് പറയാം. ആശ്രയ കിറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയാണ് പരാതി ഉള്ളത്? ഇപ്പൊ നിലവിൽ കുടുംബശ്രീയിൽ ഇവിടെ കുടുംബശ്രീ CDS മെമ്പർ ഉണ്ട്, ജിപ്സി ഉണ്ട്. ജിപ്സി പരാതി ഉണ്ട്. നിലവിൽ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി കിട്ടിയതായിട്ടുള്ള വിവരം ഞങ്ങളുടെ കയ്യിലില്ല. കുടുംബശ്രീ CDS ചെയർപേഴ്സണിനെ കുറച്ചുകൂടി വ്യക്തത വരുത്തുക. ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് നോക്കാം. വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗം എന്താ? ആ കാര്യത്തെ കുറിച്ചുകൊണ്ട് അന്വേഷിക്കാൻ എന്താ മാർഗം? കുടുംബശ്രീയുടെ മിഷന് പഞ്ചായത്തിന്റെ ബോർഡിന്റെ ഒരു കത്ത് കൊടുത്താൽ അതിന്റെ ഉദ്യോഗസ്ഥർ വരും, അവർ അന്വേഷണം നടത്തും. ആരാണ് അത് കൊടുക്കാത്തത് അത് പിടിക്കട്ടെ. അതിനെന്തിനാ ഈ ആരോപണം വായിൽ നിർത്തേണ്ട കാര്യം എന്താ? എല്ലാ സാഹചര്യവും കയ്യിലില്ലേ? നിങ്ങൾ അന്വേഷിക്കുക. കഴിഞ്ഞ 10 വർഷമായി ഇടതുമുന്നണി ഭരിച്ചിരുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ UDF അധികാരത്തിലെത്തിയതോടെ ഇടതുപക്ഷം ഭരിച്ചിരുന്ന 2ാം വാർഡ് കുമ്പളം ചോലയിലെ ആശ്രയ ഉപഭോക്താക്കളാണ് പരാതിയുമായി എത്തിയത്. തങ്കമണി, TK സുലോചന എന്നിവരാണ് പരാതിക്കാർ. അന്നത്തെ ബോർഡ് തീരുമാനപ്രകാരം അതത് വാർഡിലെ മെമ്പർമാർ ഉപഭോക്താക്കൾക്ക് നേരിട്ട് കിറ്റുകൾ എത്തിക്കുകയായിരുന്നു. എന്നാൽ വളരെ കാലമായി പഞ്ചായത്ത് അംഗമോ ആശ്രയ കിറ്റിന്റെ ചുമതലയുള്ള കുടുംബശ്രീ CDSO തങ്ങൾക്ക് കിറ്റ് തരുന്നില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതി അന്വേഷിക്കാനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, CPM പഞ്ചായത്ത് അംഗം ഫാറൂഖ്, ഹെഡ് ക്ലാർക്ക് എന്നിവരടങ്ങുന്ന ഉപസമിതി രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ കുടുംബശ്രീ CDS മിനിറ്റ്സ് ഭരണസമിതി എടുത്തുകൊണ്ടുപോയി എന്നാരോപിച്ച് ഇടതുപക്ഷം പഞ്ചായത്ത് ഉപരോധിച്ചു. ഇതോടെ UDF ഭരണസമിതി പത്രസമ്മേളനം നടത്തി. ആശ്രയ കിറ്റ് ലഭിക്കാത്ത ഉപഭോക്താക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്ന ഉപസമിതിയുടെ നീക്കം അട്ടിമറിക്കാനാണ് ഇടതുപക്ഷം പഞ്ചായത്ത് ഉപരോധിച്ചതെന്ന വാദവുമായി എത്തി. ഇതിന് മറുപടി നൽകിയ ഇടതുപക്ഷത്തിന്റെ വാർത്താ സമ്മേളനത്തിനിടയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആശ്രയ കിറ്റിൽ പരാതിയില്ലെന്നാണ് CPM ലോക്കൽ സെക്രട്ടറി പറഞ്ഞത്. തങ്കമണി, സുലോചന എന്നിവരുടെ പരാതിയിൽ വളരെ കാലമായി തങ്ങൾക്ക് കിറ്റ് ലഭിക്കുന്നില്ലെന്നും അത് മറ്റാർക്കോ നൽകുകയാണെന്നും കിറ്റ് വരുന്ന വിവരം തങ്ങളെ അറിയിച്ചില്ലെന്നും പരാതിയിലുണ്ട്. എന്നാൽ തങ്കമണിയുടെ കിറ്റ് മറ്റാർക്കോ നൽകുകയാണെന്ന മറുപടി, ഈ നടപടി നിയമപരമായി ശരിയാണോ എന്ന ചോദ്യത്തിന് CPM നേതാക്കൾക്ക് മറുപടി ഉണ്ടായില്ല. അത് ഈ മെമ്പർ മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന ഉന്നയിക്കുന്ന ആക്ഷേപം ഉന്നയിക്കുന്ന ഈ മെമ്പർ മാത്രമല്ല ചെയ്തിട്ടുള്ളത്. അതാ പറഞ്ഞു 1000 രൂപയുടെ കിറ്റ് മേടിക്കാൻ ഈ വ്യക്തി 500 രൂപ മുടക്കി വരണമായിരുന്നു. കാരണം ഈ 500 രൂപ അവർ ചെലവഴിച്ച് വരാൻ അവർക്ക് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് അന്ന് ആ മെമ്പർ അവരുടെ സമ്മതത്തോടു കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നും ആ മെമ്പർ ജീവിച്ചിരിപ്പുണ്ട്. ഈ മറ്റു വാങ്ങിക്കൊണ്ട മറ്റു മെമ്പർമാരുണ്ട്. അവരെന്താ ചെയ്തത്? എന്താ പേര് അന്വേഷിക്കാത്തത്? അന്വേഷണം എല്ലാ മേഖലയിലും വേണ്ടേ? അത് ചെയ്യുന്നില്ല. ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി പുകമറ കൊണ്ട് ഇരുട്ടാക്കാൻ കഴിയില്ല എന്നുള്ള മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. സമര ദിവസം കുടുംബശ്രീ ഓഫീസ് ആരോ തുറന്നു എന്ന ഇടതുപക്ഷ ആരോപണത്തെ ఖండిക്കുന്ന CCTV ദൃശ്യം ഭരണസമിതി പുറത്തുവിട്ടു. ദൃശ്യത്തിൽ CDS ചെയർപേഴ്സൺ 10 മണിക്ക് ഓഫീസ് തുറക്കാനായി ഓടിപ്പോകുന്ന ദൃശ്യമുണ്ടെന്ന് ഭരണസമിതി വാർത്താക്കുറിപ്പിറക്കി. തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ. കെൻസ ഗോൾഡൻ ഡയമണ്ട്സ്, കല്ലടിക്കോട്, കോട്ടോപ്പാടം, എലമ്പുലാശ്ശേരി.